യൂത്ത് കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനുമായ ജിം അലക്സ് കേരള കോൺഗ്രസ് എമ്മിൽ ചേർന്നു. ജോസ് കെ മാണി MP അംഗത്വം നൽകി. ജിമ്മിനെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് അതിരമ്പുഴ ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ടോബി ജോൺസൺ വെച്ചത്. ടോബി, ഈ ജിം കഴിഞ്ഞ തവണ തന്നെ വിമത സ്ഥാനാർത്ഥിയെ മത്സരിച്ചെന്തോ അല്ലേ, തോറ്റതല്ലേ? ഹാഷ്മി, തീർച്ചയായിട്ടും കഴിഞ്ഞ തവണയല്ല, കഴിഞ്ഞതിന് മുമ്പത്തെ തവണ UDFന്റെ വിമത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും 2ാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്ത വ്യക്തിയാണ്. 14,000-ലധികം വോട്ടുകൾ നേടി 2ാം സ്ഥാനത്തേക്ക് എത്തി എന്നാണ് നമുക്ക് ആ കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ശക്തമായിട്ടുള്ളൊരു പോരാട്ടം അതിരമ്പുഴ ഡിവിഷനിൽ കാഴ്ചവെച്ച വ്യക്തിയാണ്. വ്യക്തിപരമായി വോട്ട് നേടി അന്ന് വലിയ ചർച്ചയായ ഒരു വ്യക്തിയാണ്. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് വളരെയധികം നിർണായകമാണ്. കാരണം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ് അതിരമ്പുഴയിൽ മത്സരിക്കുന്ന. അവരുടെ ജില്ലാ പ്രസിഡന്റ് തന്നെ സ്ഥാനാർത്ഥിയായിട്ട് വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് വനിതാ സീറ്റായിരുന്നു കഴിഞ്ഞ തവണ, അത് മാറി ജനറലായ ഒരു പശ്ചാത്തലത്തിൽ ഒരു നല്ല സ്ഥാനാർത്ഥിയെ വേണമെന്നുള്ളൊരു തിരച്ചിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അതിനൊടുവിലാണ് ഈ യൂത്ത് കോൺഗ്രസ് മുൻ നേതാവായിട്ടുള്ള ജിം അലക്സിനെ തന്നെ ആ സീറ്റിലേക്ക് കൊണ്ടുവരാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കേരള കോൺഗ്രസ് എം എത്തുന്നത്. അങ്ങനെ ജോസ് കെ മാണി തന്നെ നേരിട്ട് ഇടപെട്ടാണ് അദ്ദേഹത്തിന്റെ ആ പ്രവേശനം, ആ പാർട്ടിയിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കിയിരിക്കുന്നത്. അല്പസമയം മുമ്പ് പാലായിലെ വീട്ടിൽ വെച്ച് മെമ്പർഷിപ്പ് നൽകി ജിമ്മിനെ പാർട്ടിയിലേക്ക്, കേരള കോൺഗ്രസ് എമ്മിലേക്ക് സ്വീകരിച്ചു. ഒപ്പം തന്നെ തൊട്ടു പിന്നാലെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും ജില്ലാ പഞ്ചായത്ത് സീറ്റ് ചർച്ചകൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതിൻ്റെ ഒരു അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. കീറാമുട്ടിയായിട്ട് ആ ജില്ലാ പഞ്ചായത്ത് സീറ്റ് വിഭജനം ഇങ്ങനെ നീണ്ടുപോവുകയാണ്. അതിനിടയിലാണ് അതിരമ്പുഴ സീറ്റിൽ, അത് നേരത്തെ തന്നെ കേരള കോൺഗ്രസ് എമ്മിനാണെന്ന് പറഞ്ഞിട്ടുള്ളതാണ്, ആ സീറ്റിൽ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി എന്തായാലും പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് കോൺഗ്രസിനും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും എത്രമാത്രം തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളതൊക്കെ ഇനി റിസൾട്ട് വരുമ്പോഴേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് ജോസ് കെ മാണിയും കൂട്ടരും നടത്തിയിട്ടുള്ളത്. ഹാഷ്മി, ഓക്കെ. അവിടെ അതിരമ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് വിട്ട് കേരള കോൺഗ്രസ് എമ്മിലെത്തി സീറ്റ് വാങ്ങിയ കഥയാണെങ്കിൽ, പന്തളത്ത് CPIM ബ്രാഞ്ച് സെക്രട്ടറിയും കുടുംബവും BJPയിൽ ചേർന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. ഇടയാടി ബ്രാഞ്ച് സെക്രട്ടറി K ഹരിയും കുടുംബവുമാണ് BJPയിൽ ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.